അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത് ജേണലിൻ്റെ പ്രിപ്പറേഷനും ലെഡ്ജറിൻ്റെ പ്രിപ്പറേഷനുമാണ്. ഓക്കെ, സോ കുറച്ച് ട്രാൻസാക്ഷൻസ് കയ്യിൽ കിട്ടിയാൽ നമുക്കിപ്പോൾ കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് ജേണൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ജേണലെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിപ്പോൾ എന്തറിയാം, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാനും അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ അറിയാം. കറക്റ്റായിട്ട് ട്രാൻസാക്ഷൻസ് ജേണലൈസ് ചെയ്യാനും അറിയാം, ഓരോ ജേണലും എങ്ങനെയാണ് അതാത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നും അറിയാം. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ജേണലും ലെഡ്ജറും പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പഠിക്കേണ്ട കാര്യമാണ് എന്താണ് ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മളുടെ ഒരു ഓർഡർ അങ്ങനെയാണ്: ജേണൽ, ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു, ജേണലിൽ നിന്നും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു, ലെഡ്ജറിൽ നിന്നും ഇനി പ്രിപ്പയർ ചെയ്യുന്ന സംഭവമാണ് ട്രയൽ ബാലൻസ്. സോ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലെഡ്ജർ ശരിയാണോ, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ 10-12 ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമല്ലോ. ഓക്കെ, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജറിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലെഡ്ജറിൻ്റെ ബാലൻസ് കറക്റ്റ് ആണോ, നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രോബ്ലം ഈ ജേണലും ലെഡ്ജറും ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ശരിയാണോ, അതാണ് ഈ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ മീനിങ് തന്നെ നമ്മൾ ഈ ലെഡ്ജറിൻ്റെ ബാലൻസ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ: ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ടു ടെസ്റ്റ് ദ അരിത്മെറ്റിക്കൽ ആക്യുറസി. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ഉപയോഗിച്ച്, നമ്മൾ ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുമല്ലോ, ഈ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ട്രയൽ ബാലൻസ്. പക്ഷേ നിങ്ങൾക്ക് സമാധാനമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ജേണൽ പ്രിപ്പയർ ചെയ്തതുപോലെയോ ലെഡ്ജറിനെ പോലെയോ നിങ്ങളിത് പഠിക്കാനൊന്നുമില്ല. ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ എന്നും പറഞ്ഞ് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ആ ലെഡ്ജറിൻ്റെ ബാലൻസുകൾ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ട്രയൽ ബാലൻസ് എന്ന ടോപ്പിക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ച് തരാനൊന്നുമില്ല. ഓരോ ലെഡ്ജറും നോക്കുക, ആ ലെഡ്ജറിൻ്റെ ബാലൻസ് എത്രയാണോ വന്ന് കിടക്കുന്നത് അതെടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എഴുതുക. ജസ്റ്റ് ലെഡ്ജർ നോക്കിയിട്ട് ആ ലെഡ്ജറിൻ്റെ ബാലൻസ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എഴുതി വെക്കുക. ഇവിടെ വേറെ ഒന്നും പഠിപ്പിച്ച് തരാനില്ല. ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോയിരുന്നാൽ മാത്രം മതി. ഓക്കെ, സോ എങ്ങനെയാണ് ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. നമുക്ക് ട്രയൽ ബാലൻസ് നേരിട്ടങ്ങ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യണം, ദെൻ ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ്. അല്ലാതെ ഒരു പ്രോബ്ലം തന്നിട്ട് പ്രിപ്പയർ ട്രയൽ ബാലൻസ് എന്ന് തന്നാൽ നമ്മൾ ജേണൽ, ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അല്ല നേരിട്ട് നമുക്ക് ട്രാൻസാക്ഷനിൽ നിന്ന് നേരിട്ട് ട്രയൽ ബാലൻസ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ജേണൽ തന്നെ, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്. ഓക്കെ, ഇപ്പോൾ ജേണലും ലെഡ്ജറും കുറേ ആയ സ്ഥിതിക്ക് ഇനി ഇവിടെ ഈ പ്രോബ്ലത്തിൽ ജേണലും ലെഡ്ജറും ഞാൻ പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ജേണൽ എന്താണെന്ന് കാണിച്ച് ലെഡ്ജറും കാണിച്ചതിന് ശേഷം ഈ ലെഡ്ജറിൽ നിന്നും എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഒരു പ്രോബ്ലം നോക്കിക്കോ. ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടു മടുത്തതാണ്, പുതിയതായിട്ട് ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ്, ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ, പ്രിപ്പയർ ലെഡ്ജർ, ഓൾസോ പ്രിപ്പയർ ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ജേണൽ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജറിൽ നിന്നും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ആദ്യം ട്രാൻസാക്ഷൻസ് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാം. അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഇതെല്ലാം അറിയാവുന്നതാണ്, നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ട്. പർച്ചേസ്ഡ് ഫർണിച്ചർ, സോൾഡ് ഗുഡ്സ്, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്, ക്യാഷ് സെയിൽസ്, പെയ്ഡ് ഇൻ ടു ബാങ്ക്, പെയ്ഡ് സാലറി ബൈ ചെക്ക്, റിസീവ്ഡ് കമ്മീഷൻ. ഇത്രയും ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ പോലെ ജേണൽ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ പിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി ജേണലൊക്കെ ഒരുപാടായതാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ, സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, സാധനങ്ങൾ വാങ്ങിയിട്ട് ചെക്ക് കൊടുത്താൽ പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്, സെയിൽസ് നടന്നാൽ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്, ബാങ്കിൽ പൈസ ഇട്ടാൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, സാലറി ചെക്കായിട്ട് കൊടുത്താൽ സാലറി അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്, കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ. ഇത്രയാണ് നമ്മുടെ ജേണൽ എൻട്രീസ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇനി ഈ എൻട്രിയിൽ നിന്നും നമ്മൾ ഓരോ ലെഡ്ജറായിട്ട് പോസ്റ്റ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ പോസ്റ്റിംഗ് ആണ്.
ഇത് തിരിച്ചു വരും. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ഇതെല്ലാം പോസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്യാഷ് എന്ന ലെഡ്ജർ ബാലൻസ് ചെയ്തു. നമുക്കിവിടെ ഇങ്ങനെ ഒരു 8200 എന്നൊരു ബാലൻസ് കിട്ടി. ദെൻ ക്യാപിറ്റൽ എന്ന ലെഡ്ജറിൽ ക്യാഷ് എന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തു, ബാലൻസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ദെൻ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം, ഒന്ന് ഫോക്കസ് ചെയ്യുവാണ്. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെയും 5 ഹെഡിലായിട്ടേ വരത്തുള്ളൂ. 5 ഹെഡിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അതാണ് ഈ ആലീസ് എന്ന് പറയുന്നത്. എന്താണ് ആലീസ്? അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ 3 കാറ്റഗറി ആണെങ്കിൽ മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൂടിയ എമൗണ്ട് എടുത്തെഴുതി, കൂടിയ എമൗണ്ട് എല്ലാം ടോട്ടൽ എഴുതി, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് അടുത്ത വർഷത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്ന പരിപാടിയൊക്കെ വരുന്നത്. ഇവിടെ ക്യാരി ഡൗൺ ചെയ്യുന്നത് അടുത്ത വർഷം ആദ്യം ഇങ്ങനെ ബ്രോ ഡൗൺ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ഒരു അസറ്റ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ബാലൻസ് ചെയ്തത്. ക്യാപിറ്റലും ബാലൻസ് ചെയ്യണം. ക്യാപിറ്റൽ നമ്മൾ ടോട്ടൽ എഴുതിയിട്ട് ഇങ്ങനെ ബാലൻസ് ക്യാരി ഡൗൺ എന്നൊക്കെ എഴുതണം. എന്നാൽ ഇൻകവും എക്സ്പെൻസും നമ്മൾ ബാലൻസ് ചെയ്യേണ്ട, ആ സൈഡിൽ ടോട്ടൽ ചെയ്തിട്ടാൽ മാത്രം മതി. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതാറേ ഇല്ല, ജസ്റ്റ് ടോട്ടൽ ചെയ്തിട്ടാൽ മാത്രം മതി. ഫർണിച്ചർ ഒരു അസറ്റ് ആയതുകൊണ്ട് ബാലൻസ് ചെയ്യണം. സെയിൽസ് ഒരു ഇൻകം ആണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ചെയ്തിട്ടാൽ മതി. ഇൻകവും എക്സ്പെൻസും ബാലൻസ് ചെയ്യത്തില്ല, ജസ്റ്റ് ആ ടോട്ടൽ ചെയ്ത് കിട്ടാൻ മാത്രം മതി. ഇതാ വീണ്ടും നോക്കിയോ, ബാങ്ക് ഒരു അസറ്റാണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യണം. സാലറി ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എത്രയാണോ അത് ആ സൈഡിലങ്ങ് ഇട്ടിരുന്നാൽ മതി. കമ്മീഷൻ ഒരു ഇൻകമാണ്, അത് ആ ഒരു സൈഡിലങ്ങ് ഇട്ടിരുന്നാൽ മാത്രം മതി. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും എത്ര എമൗണ്ട് ആണോ ഇപ്പോൾ കയ്യിലുള്ളത് അത് നമുക്ക് അടുത്ത വർഷത്തേക്കും വേണം. അതായത് ശ്രദ്ധിച്ച് കേട്ടോണേ, ഇപ്പം നമ്മൾ 10 ലക്ഷം രൂപയ്ക്കൊരു ലാൻഡ് വാങ്ങി. ഈ 10 ലക്ഷം രൂപയുടെ ലാൻഡ് ഈ വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത വർഷത്തേക്ക് വീണ്ടും 10 ലക്ഷത്തിൻ്റെ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ 10 ലക്ഷത്തിൻ്റെ ലാൻഡ് ഈ വർഷം ഉണ്ട്, അടുത്ത വർഷമുണ്ട്, അതിൻ്റെ അടുത്ത വർഷമുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. ബിസിനസ്സിലുണ്ടല്ലോ അത്. ക്യാപിറ്റലും അങ്ങനെ തന്നെ. നമുക്ക് എത്ര രൂപയുടെ ക്യാപിറ്റലാണോ തുടക്കത്തിലുള്ളത് അത് എല്ലാ വർഷവും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ലയബിലിറ്റിയും അങ്ങനെ തന്നെ. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ, അത് ഈ വർഷം 10 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. കാര്യം അടുത്ത വർഷവും ആ ലയബിലിറ്റി നമ്മുടെ ബിസിനസ്സിലുണ്ട്. എന്നാൽ എക്സ്പെൻസും ഇൻകവും അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യണ്ട. ഈ വർഷം കൊടുത്ത സാലറി എത്രയാണെന്നുള്ളത് അടുത്ത വർഷത്തേക്ക് എമൗണ്ട് മാറ്റേണ്ട കാര്യമില്ല. അടുത്ത വർഷം നമ്മൾ വേറെ സാലറിയാണ് കൊടുക്കുന്നത്. ഈ വർഷത്തെ എക്സ്പെൻസ് അത് ഈ വർഷം തന്നെ തീർന്നു. എക്സ്പെൻസ് നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റേണ്ട കാര്യമില്ല. അതെന്തിനാ? അതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പം ഈ വർഷം 1 ലക്ഷം രൂപ സാലറി കൊടുത്തു, അതത്രേ ഉള്ളൂ. ഈ വർഷം 1 ലക്ഷം രൂപ സാലറി കൊടുത്തു, അതവിടെ അവസാനിച്ചു. ഈ 1 ലക്ഷം രൂപ പിന്നെ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അടുത്ത വർഷം കൊടുക്കുന്നത് അടുത്ത വർഷത്തെ സാലറി അല്ലേ. അപ്പോൾ ഇൻകവും അങ്ങനെ തന്നെ. ഈ വർഷം 50,000 രൂപയുടെ വരുമാനം കിട്ടി, ആ വരുമാനം നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണ്ട. അടുത്ത വർഷം വേറെ വരുമാനമാണ് വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻകവും എക്സ്പെൻസും നമ്മൾ ബാലൻസ് ചെയ്യണ്ട. അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും മാത്രം ഇങ്ങനെ ബാലൻസ് ചെയ്താൽ മതി. ഇതൊരിക്കലും മറന്നു പോകരുത്. ഒരിക്കൽ കൂടെ പറയുന്നു, അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും മാത്രമേ ബാലൻസ് ചെയ്യത്തുള്ളൂ. ഇൻകവും എക്സ്പെൻസും ഏത് സൈഡിലാണോ എമൗണ്ട് കിടക്കുന്നത് അവിടെ ചുമ്മാ ടോട്ടൽ ചെയ്തങ്ങ് ഇട്ടാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ സാലറി ബാലൻസ് ഒന്നുമില്ല. സാലറി ഏത് സൈഡിലാണോ ആ സൈഡിൽ എമൗണ്ട് ടോട്ടൽ ചെയ്തും കിട്ടും. ഇങ്ങോട്ട് ടോട്ടൽ പോലും എഴുതണ്ട, അപ്പുറത്തെ സൈഡിലോട്ട് ടോട്ടൽ പോലും എഴുതണ്ട. അടുത്തതാ കമ്മീഷൻ. ഏത് സൈഡിലാണോ കമ്മീഷൻ ആ സൈഡിൽ കമ്മീഷൻ ഇട്ടിരുന്നാൽ മതി. ക്ലിയർ? ഇങ്ങനെ നമ്മൾ ലെഡ്ജർ ബാലൻസ് ചെയ്യും. ഓക്കെ, ഇതുവരെയാണ് ലെഡ്ജർ എന്ന ടോപ്പിക്ക്. ഇനി ട്രയൽ ബാലൻസ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. ആദ്യം നമ്മൾ ട്രയൽ ബാലൻസ് വരയ്ക്കുന്നത് ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു LF കോളം, ഒരു ഡെബിറ്റ് ക്രെഡിറ്റ്. ഇതാണ് ഫോമാറ്റ്. ഇത് മാറിപ്പോകരുത്.
ട്രയൽ ബാലൻസ് വരയ്ക്കുന്നത് ഒരു വലിയ പർട്ടിക്കുലേഴ്സ് കോളം, ഒരു കുഞ്ഞ് LF കോളം, ഒരു ഡെബിറ്റ്, ഒരു ക്രെഡിറ്റ്. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ലെഡ്ജറിൻ്റെയും പേര്, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഓരോ ലെഡ്ജറിൻ്റെയും പേര്, ഇപ്പോൾ ഇവിടെ എമൗണ്ട് ഒന്നും ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാ ലെഡ്ജറിൻ്റെയും പേര് ഇങ്ങനെ താഴോട്ട് എഴുതുക. ക്യാപിറ്റൽ, ക്യാഷ്, പർച്ചേസ്, ഫർണിച്ചർ, സെയിൽസ്, ബാങ്ക്, സാലറി, കമ്മീഷൻ, ഇങ്ങനെ ലെഡ്ജറുകളുടെ പേര് ഇങ്ങനെ താഴെ എഴുതുക. ഓക്കെ, എന്നിട്ട് ആ ലെഡ്ജർ പരിശോധിക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടണം. ആ ലെഡ്ജർ അപ്പോൾ ക്യാപിറ്റലാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, അവരാദ്യം ക്യാപിറ്റൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ശ്രദ്ധിച്ചോണേ, ക്യാപിറ്റൽ നോക്കിയിട്ട് ഏത് സൈഡിലെ എമൗണ്ട് ആണോ കൂടുതൽ, എവിടെയാണോ എമൗണ്ട് കൂടുതൽ നിൽക്കുന്നത്, എവിടെയാണോ എമൗണ്ട്, ഏത് സൈഡിലാണോ എമൗണ്ട് കൂടുതൽ നിൽക്കുന്നത്, ആ സൈഡാണ് സത്യത്തിൽ ആ ലെഡ്ജറിൻ്റെ ബാലൻസ് പറയേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്ന സൈഡല്ല, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സൈഡാണ് ഈ പറയുന്ന ലെഡ്ജറിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയാം. പക്ഷേ പ്രശ്നം പല സ്റ്റുഡൻസിൻ്റെയും പ്രശ്നം, ഇവർ ഈ ബാലൻസ് എടുത്ത് എഴുതിയിരിക്കുന്ന ഇതാ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന സൈഡായിട്ട് ഇവർ പറയും. അങ്ങനല്ല, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന സൈഡല്ല, എമൗണ്ട് കൂടുതൽ കിടക്കുന്നത് എവിടെയാണ്? ഇവിടെ ആകെ ഒരു 12,000 ഉള്ളൂ, അതിവിടെ അല്ലേ കിടക്കുന്നത്. എമൗണ്ട് കൂടുതൽ കിടക്കുന്ന സൈഡ്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സൈഡ്, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സൈഡിലാണ് ആ ലെഡ്ജറിൻ്റെ ബാലൻസ് അറിയപ്പെടേണ്ടത്. അപ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയാം. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. വീണ്ടും പറയുന്നു, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന സൈഡല്ല, ഓപ്പോസിറ്റ് സൈഡാണ്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ആ ലെഡ്ജറിൻ്റെ ബാലൻസ് പറയേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ എമൗണ്ട് കിടക്കുന്നത് ക്രെഡിറ്റിലാണ്. സോ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് 12,000. ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റലിൻ്റെ നേർക്ക് ക്രെഡിറ്റ് സൈഡിൽ 12,000. ക്രെഡിറ്റ് സൈഡിൽ 12,000. അടുത്തത് ക്യാഷ്. വീണ്ടും പറയുന്നു, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്ന സൈഡ് അല്ല, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്ന സൈഡ് അല്ല, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സൈഡ്. അതായത് ക്യാഷ് എന്ന ലെഡ്ജറിൻ്റെ വലിയ എമൗണ്ട് ഏത് സൈഡിലാണോ, ഈ 23,200 എന്ന് പറയുന്നത് ഈ സൈഡാണ്, ഡെബിറ്റ് സൈഡാണ്. വലിയ സംഖ്യ ഏത് സൈഡിലാണോ ആ സൈഡ് വെച്ച് വേണം നമ്മൾ ലെഡ്ജറിൻ്റെ ബാലൻസ് പറയാൻ. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ 3 ക്ലൂ ആണ് ഞാൻ തരുന്നത് ഒരു ലെഡ്ജറിൻ്റെ ബാലൻസ് അറിയാൻ. ഒന്നുകിൽ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സൈഡ് എന്ന് പഠിക്കുക, അല്ലെങ്കിൽ വലിയ സംഖ്യ, ഈ ടോട്ടൽ ചെയ്യുമ്പോൾ അതിനകത്ത് ആ വലിയ സംഖ്യ ഏത് സൈഡിലാണോ കിടക്കുന്നത് ആ സൈഡ് എന്ന് പഠിക്കുക, അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിക്കുക. ഇതെല്ലാം ഒരു ഡെബിറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഒന്നുകിൽ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സൈഡെന്ന് പഠിച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ വലിയ സംഖ്യ കിട്ടുന്ന സൈഡെന്ന് പഠിച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്, ക്യാഷിൻ്റെ നേർക്ക് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതണം. ബാലൻസ് എഴുതാവേ, ലെഡ്ജറിൻ്റെ ബാലൻസ് ആണ് എഴുതേണ്ടത്. ടോട്ടൽ എഴുതി വെക്കരുത്. ലെഡ്ജറിൻ്റെ ബാലൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ക്യാപിറ്റലിന് പ്രത്യേകിച്ച് ബാലൻസ് ഒന്നുമില്ല, ആ ഒരു എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ആ എമൗണ്ട് എഴുതിയത്. പക്ഷേ ക്യാഷിൻ്റെ കേസിൽ ബാലൻസ് ആണ്, ക്യാഷ് ബാലൻസ് ആണ് എഴുതേണ്ടത്. അതാണ്ട 8,200, ആ ബാലൻസ്, ആ കൂട്ടിയിട്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 8,200, ആ ബാലൻസ് വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ക്യാഷായി, ക്യാപിറ്റലായി. ഇനി ഓരോ നിങ്ങൾ തന്നെ പറഞ്ഞേ. പർച്ചേസിൻ്റെ കേസിൽ എവിടെയാണോ എമൗണ്ട് ഉള്ളത് ആ സൈഡ് തന്നെ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, അപ്പോൾ ബാലൻസ് ഒന്നുമില്ല, ടോട്ടലി എടുക്കാൻ പറ്റൂ. ഏത് സൈഡിലാണ് എമൗണ്ട് കിടക്കുന്ന? ഡെബിറ്റ്. പർച്ചേസിൻ്റെ ഡെബിറ്റിൽ 10,000 എഴുതി. ഓക്കെ, അടുത്തത് നിങ്ങൾ തന്നെ പറ. ഫർണിച്ചറിൻ്റെ കേസിൽ എവിടെയാണോ വലിയ സംഖ്യ കിടക്കുന്നതെന്നോ, ബാലൻസ് ബ്രോ ഡൗൺ എവിടെയാണെന്നോ, അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ് എവിടെയാണെന്നോ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റാണ്. ഫർണിച്ചർ ഡെബിറ്റാണ്, ഡെബിറ്റിൽ 2,000. ഫർണിച്ചർ ഡെബിറ്റാണ്, ഡെബിറ്റിൽ 2,000. ഇങ്ങനെ എഴുതിയാൽ മതി. ദെൻ സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. അപ്പോൾ അതായത് ബാലൻസ് ചെയ്യുന്നു വേണ്ട, ടോട്ടൽ കിടക്കുന്ന സൈഡ് തന്നെ. 11,000 ക്രെഡിറ്റ്. എന്നാ പിടിച്ചോ 11,000 ക്രെഡിറ്റ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. കൂടിയ സംഖ്യ എന്ന് പറയുന്നത് ഡെബിറ്റിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റിലാണ് കിടക്കുന്നത്. ബാലൻസ് ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഏത് രീതിയിലും ചിന്തിക്കാം. വലിയ സംഖ്യ കിടക്കുന്ന സൈഡെന്നോ, ബാലൻസ് ബ്രോ ഡൗൺ കിടക്കുന്ന സൈഡെന്നോ, ബാലൻസ് ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ് എന്നോ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം.
ഡെബിറ്റാണ്. ആ ബാലൻസ് 2600 രൂപ ഡെബിറ്റ് സൈഡിൽ എഴുതുക. 2600 ദാണ്ടേ ഡെബിറ്റ് സൈഡിൽ എഴുതുക. സാലറി കമ്മീഷൻ, സാലറി ആകെ 400 ഉള്ളൂ, അത് ഡെബിറ്റാണ്. കമ്മീഷൻ 200 എന്നത് ക്രെഡിറ്റിലാണ്. അതാത് സൈഡിലങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. ഇതാ സാലറി ആകുമ്പോൾ ഡെബിറ്റിൽ 400, കമ്മീഷൻ ക്രെഡിറ്റിൽ 200. ഇനി നമ്മുടെ വലിയൊരു ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്യണം. ഇങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരേ സംഖ്യ വന്ന് ടാലി ആയാൽ നിങ്ങൾ ഇതുവരെ ചെയ്തത് മുഴുവനും ശരിയാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തത് മുഴുവനും ശരിയാകണമെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടലും ക്രെഡിറ്റിലെ ടോട്ടലും സെയിം എമൗണ്ട് ആയിരിക്കണം. ഇത് നമ്മൾ ടാലി ആവുക എന്ന് പറയും. കൊമേഴ്സുകാർ പറഞ്ഞാൽ അങ്ങനെ ടാലി ആയി എന്ന് പറയും. ഇതിനു വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നതാണ്. ടാലി ആവണം, അതായത് ഈക്വൽ ആവണം. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് തന്നെ വന്നാൽ നമ്മുടെ ജേണലും ലെഡ്ജറും എല്ലാം ശരിയാണെന്ന് പറയാം. ഇതാണ് നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ലെഡ്ജർ വരെ നല്ലതുപോലെ എഴുതുക. അതിനുശേഷം ലെഡ്ജറിൻ്റെ ബാലൻസുകളാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇൻകവും എക്സ്പെൻസും ബാലൻസ് ചെയ്യില്ലെങ്കിൽ പോലും നമ്മൾ ആ ടോട്ടൽ തന്നെ പോസ്റ്റ് ചെയ്തേക്കണം. ഇവിടെ ഈ ടോട്ടൽ ഏത് സൈഡിലാണോ കൊടുക്കുന്നത് ആ സൈഡിൽ. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് 3 കാര്യം ഞാൻ പറഞ്ഞു. 1, വലിയ സംഖ്യ കിട്ടിയത് ഏത് സൈഡിൻ്റെ ടോട്ടലാണ്. 2, ബാലൻസ് ബ്രോ ഡൗൺ ഏത് സൈഡിലാണ്. 3, ക്യാരി ഡൗണിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു വലിയൊരു പോർഷൻ തീർന്നത്. ഒരു വലിയൊരു പോർഷൻ തീർന്നു. സോ ജേണൽ അറിയാം, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഒരു വലിയൊരു പോർഷൻ അങ്ങ് തീർന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും വൃത്തിക്ക് പഠിച്ചോണം. അക്കൗണ്ടിങ്ങിൻ്റെ തുടക്കം തൊട്ട് ട്രയൽ ബാലൻസ് വരാകുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് ടോപ്പിക്ക് തീരും. ഒരു സെറ്റ് തീർന്നു എന്ന് തന്നെ പറയാം. ഓക്കെ.